ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചത്തെ സാമാന്യ വാരഫലമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. മേടക്കൂർ നക്ഷത്രങ്ങൾ: അശ്വതി, ഭരണി, കാർത്തികകാല്. കാര്യങ്ങൾ നടക്കുമെങ്കിലും പലതവണ തടസ്സപ്പെട്ടിട്ട് മാത്രമേ ഈ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുള്ളൂ. ആഴ്ച അവസാനം കുറച്ചുകൂടി അനുകൂലമായിട്ട് വരും. വിദേശത്തുള്ള സഹോദരങ്ങൾ സഹായിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. വിദേശത്തുള്ള സന്താനങ്ങളൊക്കെ വീട്ടിലെത്തിച്ചേരുവാനും സാധ്യതയുണ്ട്. ഇടവക്കൂറ്: കാർത്തിക മുക്കാല്, രോഹിണി, മകീരമര. സാമ്പത്തിക രംഗം പുഷ്ടിപ്പെടും. കിട്ടാക്കടങ്ങൾ തിരികെ കിട്ടും. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കും. സർക്കാർ ജോലി പ്രതീക്ഷിക്കുന്നവർക്ക് അതും ലഭിക്കാം. ആരോഗ്യനില പൊതുവെ തൃപ്തികരമായിരിക്കും. മിഥുനക്കൂറ്: മകീരര, തിരുവാതിര, പുണർന്ന മുക്കാൽ നക്ഷത്രങ്ങള്. സാമ്പത്തിക കാര്യങ്ങൾ പൊതുവെ ബുദ്ധിമുട്ടില്ലാതെ നടന്നു പോകും. എന്നാൽ പ്രതീക്ഷിച്ച രീതിയിൽ ധനം കിട്ടുവാൻ സാധ്യത കുറവാണ്. ബിസിനസ് രംഗത്ത് മാന്ദ്യം അനുഭവപ്പെടും. കൂട്ടു ബിസിനസ്സുകൾ പരാജയപ്പെടും. കർക്കിടകക്കൂറ്: പുണർതം കാല്, പൂയം, ആയില്യം നക്ഷത്രങ്ങള്. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂല സമയമാണ്. ക്രമേണ ആഴ്ച അവസാനമാകുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടും. കൃഷിക്കാർക്കും ബിസിനസ്സുകാർക്കും പൊതുവെ അനുകൂല സമയമാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രമോഷനോ അല്ലെങ്കിൽ ഉദ്ദേശ സ്ഥലത്തേക്ക് സ്ഥലമാറ്റമോ ഒക്കെ ലഭിച്ചേക്കാം. ചിങ്ങക്കൂറ്: മകം, പൂരം, ഉത്രംകാൽ നക്ഷത്രങ്ങള്. വരവിനേക്കാൾ ചിലവ് അധികരിക്കും. വിദേശത്ത് ജോലിക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂല സമയമാണിത്. സർക്കാർ ജീവനക്കാർക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥന്മാരെ അപ്രീതിക്ക് പാത്രീഭൂതമാവാതെ സൂക്ഷിക്കേണ്ടതാണ്. കന്നിക്കൂറ്: ഉത്രം മുക്കാല്, അത്തം, ചിത്തിരാര നക്ഷത്രങ്ങള്. തൊഴിൽ രംഗം അഭിവൃദ്ധിപ്പെടും. ബിസിനസ് വിപുലീകരിക്കും. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തും. തുലാക്കൂറ്: ചിത്തിരാര, ചോതി, വിശാഖം മുക്കാൽ നക്ഷത്രങ്ങള്. തട്ടിമുട്ടി കാര്യങ്ങൾ നടന്നു പോകും. ചെയ്യുന്ന ജോലിക്ക് പ്രതീക്ഷിച്ച പ്രതിഫലം ലഭിച്ചെന്ന് വരികയില്ല. വീട്ടിൽ പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. വൃശ്ചികക്കൂറ്: വിശാഖംകാല, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങള്. അപ്രതീക്ഷിത ധനാഗമയോഗം പ്രതീക്ഷിക്കാം. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വഴി ധനം സമ്പാദിക്കും. ഊഹക്കച്ചവടം, പങ്കാളിത്ത ബിസിനസ് ഇവ വഴിയും ധനം വന്നു ചേരും. എന്നാൽ അപ്രതീക്ഷിതമായി ധനം ചെലവാക്കേണ്ട ചില സന്ദർഭങ്ങളും ഉണ്ടായേക്കാം. ധനുക്കൂറ്: മൂലം, പൂരാടം, ഉത്രാടം കാൽ നക്ഷത്രങ്ങള്. പുതിയ സംരംഭങ്ങൾക്ക് മുതൽ മുടക്കരുത്. സുഹൃത്തുക്കൾ വഴി നേട്ടമുണ്ടാകും. വിദ്യാർത്ഥികൾ തങ്ങളുടെ പഠനകാര്യങ്ങളിൽ അലസരാവാൻ സാധ്യതയുണ്ട്. എന്നാൽ ദീർഘകാലമായിട്ട് വിവാഹം നടക്കാത്ത കാര്യങ്ങളുടെ ആളുകൾക്ക് വിവാഹാദി കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. മകരക്കൂറ്: ഉത്രാടം മുക്കാല്, തിരുവോണം, അവിട്ടാര നക്ഷത്രങ്ങള്. ധനപരമായി മേന്മയുള്ള വാരമാണിത്. പുതുതായി ഭൂമി വാങ്ങുവാനും വാഹനം വാങ്ങുവാനും യോഗമുണ്ട്. ദീർഘകാലമായി വിവാഹം നടക്കാത്തവരുടെ വിവാഹം ഒക്കെ ഈ കാലഘട്ടത്തിൽ തീരുമാനമാകും. വിദേശത്തുള്ള സന്താനങ്ങളും അതുപോലെ തന്നെ സഹോദരങ്ങളും ഒക്കെ തിരികെ വീട്ടിലെത്താൻ സാധ്യതയുണ്ട്. കുംഭക്കൂർ: അവിട്ടാര, ചതയം, പൂരിട്ടാതി മുക്കാൽ നക്ഷത്രങ്ങള്. ജീവനക്കാരെ വെച്ച് സ്ഥാപനം നടത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സ്ഥാപനത്തിൽ നിസ്സഹകരണമോ സമരങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം. സർക്കാർ ജീവനക്കാർക്ക് മേലധികാരികളുടെ അപ്രീതി ഉണ്ടാകും. കൃഷിക്കാർക്ക് നല്ല സമയമാണിത്. മീനക്കൂറ്: പൂരിട്ടാതികാല, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങള്. പൂർവ്വധനം വന്നു ചേരും. ക്രയവിക്രയങ്ങൾ വഴി ധനം എത്തിച്ചേരാനും സാധ്യതയുണ്ട്. തൊഴിൽ കാര്യം സംബന്ധിച്ച് ദൂരദേശങ്ങളിലൊക്കെ പോകേണ്ടി വന്നേക്കാം. സഹോദരങ്ങളും അയൽക്കാരുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊരു പൊതുഫലം മാത്രമാണ്. ഇവരുടെ ജനനസമയവും ദശാകാലമൊക്കെ അനുസരിച്ച് മാറ്റം ഉണ്ടായേക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്തേ.